എൻ്റെ ആദ്യ നോവലായ കാക്കത്തമ്പുരാട്ടി പുസ്തകമാകുന്നതിന് മുമ്പ് തന്നെ സിനിമയാക്കാൻ ഒരു ശ്രമം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ മെല്ലാൻ സ്റ്റുഡിയോയുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത്. വി സുബ്രഹ്മണ്യ മുതലാളിയോട് ആരോ ഈ നോവലിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജനയുഗം ഓണം വിശാഖപ്രതിയിൽ വന്ന പൂർണ്ണ നോവലായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കഥാകൃത്തായിട്ടാണ് ഞാൻ വരുന്നത് ആദ്യം സിനിമയിൽ. പക്ഷേ അത് നടന്നില്ല, അത് സമരം നടന്നില്ല. കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്ന പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അത് നടന്നില്ല. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ കൂട്ടത്തിൽ ഞാൻ ഒരു 6 പാട്ടുകൾ ഒരു സന്ദർഭം ഉണ്ടാക്കി അവിടെ പാട്ടുകൾ എഴുതി വെച്ചു. ആ പാട്ടുകൾ വായിച്ചപ്പോഴാണ് സുബ്രഹ്മണ്യ മുതലാളിക്ക് എൻ്റെ പാട്ട് കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കഥ ഞാൻ എടുക്കണമെങ്കിൽ കഥയിൽ ഞാൻ പറയുന്ന മാറ്റം വരുത്തണം, അല്ലാതെ നിങ്ങൾ മാറ്റം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങളുടെ പാട്ട് രചനാ രീതി എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ കാണുന്ന ഒരു വ്യത്യസ്തത, ഇത് പി ഭാസ്കരൻ എഴുതുന്ന പോലെയല്ല, വയലാർ എഴുതുന്ന പോലെയല്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഫിലോസോഫിക്കൽ ടച്ച്, അതെനിക്ക് 24 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരു ഫിലോസോഫിക്കൽ ടച്ചുള്ള ഈ വരികൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നീട് അദ്ദേഹം കാട്ടുമല്ലിയിൽ എനിക്ക് പാട്ടുകൾ എഴുതാൻ അവസരം തന്നു. അങ്ങനെയാണ് ഞാൻ ഗാനരചയിതാവായിട്ട് സിനിമയിൽ വരുന്നത്. ഗാനരചയിതാവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള ഒരു ഭൂമിക തയ്യാറായി. എനിക്ക് സിനിമയിൽ ഞാൻ വന്നു. അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടത്താൻ സാധിക്കും. അപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങി പടം ഡയറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇതിനെല്ലാം കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലൊരു മാതൃക കലാകാരൻ പി ഭാസ്കരനായിരുന്നു. ഭാസ്കർ മാസ്റ്ററുടെ കവിതകളും ഭാസ്കർ മാസ്റ്ററുടെ പാട്ടുകളും കേൾക്കുമ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ കാണുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഒരു ഭാസ്കർ മാസ്റ്ററെ പോലെ ആയിക്കൂടാ എന്നുള്ള അങ്ങനെ അത് ഇപ്പം മനസ്സുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഗുരുവായിട്ട് കണ്ടിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത്. 73 ഒക്ടോബറിലാണ് ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങുന്നത്, 1973. അതായത് ചന്ദ്രകാന്തം എന്ന എൻ്റെ സിനിമ. അപ്പോൾ ചന്ദ്രകാന്തത്തിന് പ്രൊഡ്യൂസർ ഡയറക്ടർ തീരുമാനിച്ചപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രധാന ഒരു പ്രശ്നം, ഏറ്റവും വലിയൊരു പ്രശ്നം, ആര് മ്യൂസിക് ഡയറക്ടർ ആവുന്നത്. അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ഒരു ടീമായിട്ട് നിൽക്കുകയാണ്, ശ്രീകുമാരൻ തമ്പി അർജുന ഒരു ടീമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അർജുന മാഷ് കൊടുക്കുമോ, പിന്നെ സ്വാമിക്ക് കൊടുക്കുമോ? അത് എൻ്റെ ആദ്യ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ബാബുക്കയാണ്, MS ബാബുരാജാണ്, അദ്ദേഹത്തിന് കൊടുക്കുമോ? അപ്പോൾ ആ സമയത്ത് ഞാനും ദേവരാജ മാസ്റ്ററും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ദേവരാജ മാസ്റ്ററുടെ പേര് വന്നില്ല, ഓർത്തില്ല. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല ആ സമയം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, പലപ്പോഴും നടക്കാത്ത കാര്യമാണ്, ചന്ദ്രകാന്തം എൻ്റെ പ്രോജക്റ്റ് തന്നെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞ് ഡിസ്ട്രിബ്യൂഷനായി. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സൈൻ ചെയ്തിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ അത് പി ബാൽത്തസാർ എന്ന് പറയുന്ന ഒരു ന്യൂ കൺസ്ട്രക്ഷൻ കമ്പനി ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ പ്രോജക്റ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം, എനിക്കിഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ബാൽത്തസാർ എന്നോട് പറയും, നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ആരെ മ്യൂസിക് വെക്കുന്നു, ഇപ്പോൾ സ്വാമിയെ വെക്കുമോ, പിന്നെ അർജുനെ വെക്കുമോ, അതോ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആർ കെ ശേഖറിന് വെക്കും, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലെന്ന്. അപ്പോൾ നമ്മൾ ഇത് ആരും വേണ്ട, നിങ്ങൾ ലങ്കാദഹനം ടീം, നിങ്ങൾക്ക് വളരെയധികം പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റല്ലേ, അത് ലങ്കാദഹനുണ്ട്, MS ഉഷാന് മ്യൂസിക്കിന് വെച്ചാൽ മതി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറുടെ അത് ശരിക്കും പറഞ്ഞാൽ അതും അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റിച്ചാകാൻ വേണ്ടിയിട്ട് MS ഉഷാനെ വെക്കണം. അങ്ങനെയാണ് ഞാൻ വിശ്വമായിട്ട് പോയി കാണുന്നത്, അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ നിന്നുള്ള ഒരു പാട്ട് എടുക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വട്ടിനോട് പറഞ്ഞത്, ഇതൊരു കവിതയാണ്, മലയാള കവിതയാണിത്. ഇത് നമ്മൾക്കൊരു ഗസൽ ഛായയിൽ ചെയ്യണം. എന്നുവെച്ചാൽ ഗസലല്ല, പക്ഷേ അതായത് ഗമകങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ചുള്ള ഗമകങ്ങൾ മാറ്റി ആവർത്തിക്കുക, അങ്ങനെ ആവർത്തിച്ച് പാടുക, ഗസൽ സ്റ്റൈൽ രീതി, അങ്ങനെ വെച്ചൊരു. അപ്പോൾ തന്നെ അത് പെട്ടെന്ന് പുള്ളി പറഞ്ഞു, ഞാനൊരു കാര്യം, കല്യാണി രാഗം യമനിൽ ചെയ്യാം ഞാൻ, കല്യാണി രാഗം തന്നെ നോർത്ത് ഇന്ത്യ യമൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പല്ലവി ചെയ്തത്. അതൊറ്റ ട്യൂണേ ചെയ്തിട്ടുള്ളൂ. രണ്ടാമതൊന്നും ഞാൻ ഈ ആശയം കൊടുത്തു, അത് അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു ഇത് യമൻ നന്നായിരിക്കും. അങ്ങനെ ട്യൂൺ ചെയ്താണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന. അതിന് യാതൊരു മാറ്റമില്ല, ആദ്യം ഇട്ട ട്യൂണാണ്. അപ്പോൾ അന്ന് വേറൊരു പ്രശ്നം വലുതായിട്ട് എന്നെ അലട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MS ഉഷാദിനും യേശുദാസും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പം ഞാൻ സ്വന്തമായി സംവിധാനം ചെയ്യുന്ന ഞാൻ നിർമ്മിക്കുന്ന ആദ്യ സിനിമയിൽ യേശുദാസിന് പാട്ടില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല.
അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ വിശ്വട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഞാനും യേശുവും ഞങ്ങൾ സഹോദരന്മാരെ പോലെ കഴിയുന്നവരാണ്. അപ്പം എൻ്റെ ആദ്യ സിനിമയിൽ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യ സിനിമയിൽ യേശുദാസ് പാടുന്നില്ലെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശ്വട്ടനോട് പറഞ്ഞു, വിശ്വട്ടനറിയാമല്ലോ, വിശ്വട്ടൻ്റെ സ്വഭാവം അദ്ദേഹം വളരെ ലളിതമാണ് അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവനോട് ഒരു വിരോധമില്ല, നീ അവനെ കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ നിർത്തുന്നത് ഞാൻ പഠിക്കാം. അപ്പോൾ പാടാൻ പറഞ്ഞ് യേശുദാസിനെ ഞാൻ വിളിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ വിളിക്കില്ല. പക്ഷേ കാരണം അവനായിട്ട് ഇറങ്ങിപ്പോയതാണ്, ഞാൻ ഇറക്കി വിട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തമ്പി യേശുദാസിനെ മൈക്കിന് മുമ്പിൽ കൊണ്ട് നിർത്തി തരിക, എനിക്കൊരു വിരോധമില്ല, ഞാൻ ട്യൂൺ പറഞ്ഞു കൊടുക്കും, പാടും, അങ്ങനെ. അപ്പോൾ അങ്ങനെയാണത്. വളരെ ആദ്യം യേശു സമ്മതിച്ചില്ല. അപ്പം നിങ്ങൾക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത ആളിനെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളെ മ്യൂസിക് ഡയറക്ടർ ആക്കില്ല, വേറെ എത്ര പേര് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആദ്യം യേശു പറഞ്ഞു. പക്ഷേ ഞാൻ യേശുവിനെ പറഞ്ഞു, അവസാനം യേശുവിൻ്റെ അമ്മച്ചിയാണ്, അത് നീ പാടിയേ പറ്റൂ, തമ്പിയുടെ പടത്തിൽ നീ പാടിയേ പറ്റൂ. അങ്ങനെ ആണ് യേശു വന്ന് പാടുന്നത്. അപ്പോൾ യേശു അങ്ങനെ ഒരു പാടിയുള്ള ഗുണം കിട്ടി. യേശു വന്ന് ആദ്യം പാടിയത് പുഷ്പാഭരണം വസന്തദേവന് തിരുവാഭരണം എന്നുള്ള പാട്ടാണ്. അതാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത്. ജയചന്ദ്രൻ പാടി രാജീവ് നയനെ നീ ഉറങ്ങൂ, രാഘവലോരി നീ ഉറങ്ങുന്നു പറഞ്ഞു. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താരാട്ടുകൾ, അമ്മ പാടുന്ന താരാട്ടുകൾ വന്നിട്ടുണ്ട്, അച്ഛൻ പാടുന്ന താരാട്ടുകൾ വന്നിട്ടുണ്ട്, പിന്നെ അമ്മൂമ്മ പാടുന്ന താരാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഭാര്യ ഉറക്കാൻ ഭർത്താവ് പാടുന്ന താരാട്ട് മലയാളത്തിൽ ആദ്യം വരുന്നു, മലയാള സിനിമയിൽ. അപ്പോൾ ഭാര്യ ഉറക്കാൻ വേണ്ടി ഭർത്താവ് പാടുന്ന താരാട്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് രാജീവ് നയനെ നീ ഉറങ്ങുന്നുള്ള പാട്ടിനുള്ളത്. സ്വർഗ്ഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ എന്നൊരു പാട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ശരിക്കും പറഞ്ഞാൽ, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ രാവണിത്തല്ലായി മാറി എന്നുള്ള പാട്ടും ഈ സ്വർഗ്ഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ എന്നുള്ള പാട്ടും, ഈ രണ്ട് പാട്ടുകൾ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പാട്ടുകൾ. കാരണം ഈ സ്വർഗ്ഗമെന്ന ഗാനത്തിൽ വളരെ നല്ല രചനയാണ്. പക്ഷേ അതിൻ്റെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഈ ചന്ദ്രകാന്തത്തിലെ എല്ലാ പാട്ടുകളും നല്ല രചനയാണെന്ന് 100% ജനങ്ങളെ സമ്മതിക്കുന്നതാണ്. പക്ഷേ അതിന് രസം എന്ന് പറഞ്ഞാൽ, ഈ പടം അവാർഡിന് പോയപ്പോൾ മികച്ച സംഗീത സംവിധാനം MS ഉഷാൻ ചന്ദ്രകാന്ത് ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ, മികച്ച ഗായിക S ജാനകി, ചിത്തൻ ചന്ദ്രകാന്തം ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ, ഗാനവ് മാത്രം ശ്രീകുമാരൻ പേരല്ല. അങ്ങനെ എപ്പോഴും കേരള ഗവൺമെൻറ് ഒരു ശ്രീകുമാരൻ തമ്പിയെ മാത്രം മാറ്റി നിർത്തും. അങ്ങനെ ചന്ദ്രകാന്തിന് 2 അവാർഡ് കിട്ടി, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് സിംഗർ ഫീമെയിൽ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ എന്നുള്ള പാട്ടും, പ്രഭാതമല്ലോ നീ ത്രിസന്ധ്യയല്ലോ ഞാൻ എന്നുള്ള പാട്ടും, ഈ 2 പാട്ടും യേശുദാസ് തന്നെയാണ് പാടേണ്ടിയിരുന്നത്. അന്ന് യേശുദാസ് വിദേശ പര്യടനത്തിന് പോയിട്ട് വരാൻ വൈകി. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ 2 പാട്ടുകളും വിശ്വേട്ടന് ട്രാക്ക് പാടി വെച്ചിരുന്നു. അദ്ദേഹത്തിന് പിന്നെ അങ്ങനെയൊന്നും അത് ഞാൻ ട്രാക്ക് പാടുമോ, ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ചിന്തയൊന്നുമില്ലല്ലോ. അതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ലോകത്ത് തന്നെ ഇത്രയും നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവില്ല, ഈ ലോകത്ത് തന്നെ. ഇത് ഒരു ഭാഷയിലും ഉണ്ടാകും. കാരണം മിനിറ്റുകൾക്കുള്ളിൽ ഒരു പല്ലവിക്ക് 20-25 ട്യൂണുണ്ടെന്ന ഒരു മ്യൂസിക് ഡയറക്ടർ വേറെ ലോകത്ത് എവിടെയും കാണില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ട്രാക്ക് പാടി വെച്ചിരുന്നു. യേശുദാസ് വരാൻ വൈകി. അപ്പോൾ ഞാൻ വിശ്വട്ടോട് പറഞ്ഞു, വിശ്വട്ടം ഹൃദയവാഹിനി വിശ്വട്ടം പാടി നല്ല ഫീലുണ്ട്, അപ്പോൾ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രഭാതമല്ലോ. അപ്പോൾ മറ്റേ പാട്ടോ അതും ചേട്ടൻ തന്നെ യൂസ് ചെയ്യാം, കാരണം യേശുദാസ് വരില്ല, എനിക്ക് മുമ്പ് പടം റിലീസ് ചെയ്യണം. അങ്ങനെ അപ്പോൾ പുള്ളി അങ്ങനെ നീ എൻ്റെ ശബ്ദം തന്നെ ഉപയോഗിക്കണം നീ വിചാരിക്കുന്നെങ്കിൽ ആദ്യം പുള്ളി വേണ്ടെന്നൊക്കെ പറഞ്ഞു, ശരിയാവില്ലെന്നൊക്കെ, എൻ്റെ മലയാളം ശരിയില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ കാരണം അപ്പോൾ കണ്ണീർ തുള്ളിയെ സ്ത്രീയോട് ഒമിച്ച പാടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി ഉണ്ട് എനിക്ക്. നമ്മൾ കണ്ണീർ തുള്ളി നല്ലപോലെ പാടിയല്ലോ, അപ്പോൾ ഇതും പാടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഞാൻ രണ്ടാമതൊന്ന് മിക്സ് ചെയ്ത് രണ്ടാമത് വന്ന് പാടി. ആ ട്രാക്ക് പുള്ളി ഒരു പ്രാവശ്യം കൂടെ പാടിയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. ഞാൻ സംവിധാനം ചെയ്ത 2ാമത്തെ ചിത്രം ഭൂഗോളം തിരിയുന്നു. അത് അച്ചുതണ്ട് എന്ന പേരിൽ ഞാനിത് നാടകം തന്നെയാണ്. അച്ചുതണ്ട് എന്നുള്ള ആ പേരിന് തന്നെയാണ് ഭൂഗോളം തിരിയുന്നുള്ള പേര് ഉണ്ടായത്. മറ്റൊരു നിർമ്മാതാവിന് വേണ്ടി ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് തിരുവോണം. അത് KP മോഹൻ എന്ന് പറഞ്ഞ എറണാകുളം സ്വദേശിയായ KP മോഹൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് പടമെടുക്കണം. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഭൂഗോളം തിരിഞ്ഞ് കണ്ടു, ചന്ദ്രകാന്തം കണ്ടു, എനിക്ക് അതുപോലെ സിനിമ എടുക്കണം എന്നാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എൻ്റെ ഈ തിരുവോണത്തിൻ്റെ കഥ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരുവോണത്തിൻ്റെ കഥ പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. തിരുവോണത്തിൻ്റെ ഒരു തിരുവോണം എന്നുള്ള സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മലയാള സിനിമയെന്ന് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ പ്രേംനസീറും കമലഹാസനും ഒരുമിച്ച് അഭിനയിച്ച വലിയ സിനിമയാണ്.
ഞാനങ്ങനെ ആദ്യത്തെ പടം MS സുശാന് കൊടുത്തു, രണ്ടാമത്തെ പടം സ്വാമിക്ക് കൊടുത്തു, മൂന്നാമത്തെ പടം അർജുനന് കൊടുത്തു. അപ്പോൾ അർജുനനാണ് സംഗീത സംവിധായകൻ. എല്ലാവർക്കും അറിയാം. ഇപ്പം തിരുവോണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഒരു തിരുവോണം വരുമ്പോൾ മലയാളികൾ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് തിരുവോണപ്പൊലിലും തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി എന്നുള്ള പാട്ട്. പിന്നെ തിരുവോണം എന്ന വാക്കിൽ തുടങ്ങുന്ന ആദ്യത്തെ പാട്ടും അതാണ്. പൊന്നോണം ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തിരുവോണം എന്ന വാക്കിൽ മലയാളത്തിൽ പാട്ട് തുടങ്ങുന്ന തിരുവോണപ്പൊലിയാണ്. വാണിയമ്മ മലയാളത്തിൽ പാടിയ രണ്ടാമത്തെ ഗാനമാണത്. തമ്പിസാർ ഒരു വേദിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും അദ്ദേഹം എഴുതിയ ഒരു ഓണപ്പാട്ട് കേൾക്കാതെ ഒരു ഓണവും കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു FM-ലാണെങ്കിലും അതല്ല റേഡിയോ ARലാണെങ്കിലും ഏതെങ്കിലും പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടോ അതല്ലെങ്കിൽ ഉത്രാട പൂനിലാവി എന്നുള്ള പാട്ടോ, പ്രത്യേകിച്ച് തിരുവോണപ്പുലരി അതും ഇല്ലാത്തൊരു ഓണം നമുക്ക് ഒരു മലയാളികൾക്കും അതില്ലാത്തൊരു ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പാട്ടുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് ആ ത്രിസന്ധൻ അനഘമുദ്രകൾ ആരോമലി എന്ന മറക്കൂരെങ്ങനെ രാഗമാലിക അടിച്ചിരിക്കുന്ന അർജുനൻ. ആദ്യ സമാഗമ നിമിഷസ്പന്ദം ആത്മപ്രിയ നാം മറക്കൂരെങ്ങനെ പാടല പശ്ചിമ വ്യോമഹൃദന്തം പാടി വിടർത്തിയ താരകമല്ലിക ആലിംഗന സുഖകഥ പറഞ്ഞൊഴുകും രാഗമേഘ തരംഗാവല്ലികൾ. ഇങ്ങനെ ഒരു വളരെ എനിക്ക് വളരെ സംതൃപ്തിയോടുകൂടി എഴുതിയൊരു പാട്ടാണ്. വളരെ നല്ല ബിംബങ്ങളുള്ള പാട്ടുകളാണ്. അത് യേശുദാസാണ് പാടിയത്. പക്ഷേ ആ പാട്ട് അതിൽ തന്നെയുള്ള എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി എന്നുള്ള പാട്ട് പോലെയോ അല്ലെങ്കിൽ തിരുവോണപ്പൊലി തൻ തിരുമുൽക്കാഴ്ച എന്നുള്ള പാട്ട് പോലെയോ ഹിറ്റായില്ല. പക്ഷേ ഇപ്പോഴ് കാലക്രമത്തിൽ ഈ ആത്മസന്ധികൾ അനഘമുദ്രകൾ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല പല ഗാനമേളകളിലും ആ പാട്ട് പാടുന്നുണ്ട്. പടത്തിൻ്റെ ഒരു ദൗർഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവോണം എന്നുള്ള സിനിമ, അതുപോലെ എൻ്റെ ഭൂഗോളം എന്നുള്ള സിനിമ, ചന്ദ്രകാന്തം, അതുപോലെ പിന്നീട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ശശികുമാർ സംവിധാനം ചട്ടമ്പികയിലാണ്. ഇതിൻ്റെ ഒക്കെ തന്നെ നെഗറ്റീവ് നഷ്ടപ്പെട്ടു, നെഗറ്റീവ് ചീറ്റായി. അപ്പോൾ ഈ തിരുവോണത്തിൻ്റെ ഒന്നും ഒരു ഷോട്ട് പോലും ഇല്ല, അതിന് നെഗറ്റീവ് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇല്ലാത്തതുകൊണ്ട് അത് ടെലിവിഷനിൽ കാണിക്കാനൊന്നും വൃത്തിയില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാനൊരു സ്ത്രീപക്ഷപാതിയാണ്, ഒരു സ്ത്രീപക്ഷപാതിയായ ഒരു പുരുഷനാണ്. അതിൻ്റെ കാരണം എൻ്റെ അച്ഛനമ്മമാരുടെ ദാമ്പത്യത്തിൽ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഏറ്റവും അടുത്തു നിന്ന് കണ്ട മകൻ ഞാനായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമുണ്ടായ 3 ആൺമക്കളിൽ മൂന്നാമൻ ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ അനുജത്തി എന്നേക്കാൾ 10 വയസ്സിനുള്ളതാണ്. അപ്പോൾ 10 വർഷം അമ്മയുടെ ഏറ്റവും ചെറിയ മകൻ ഞാനായിരുന്നു. അപ്പോൾ 10 വർഷം അമ്മയുടെ ലാളന അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും തമ്മിലുള്ള കലഹങ്ങൾ, അപ്പോൾ പ്രധാനമായിട്ടും അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ പറഞ്ഞ സ്ത്രീ കേൾക്കണം, അനുസരിക്കണം എന്നുള്ള അച്ഛൻ്റെ ഡിമാൻഡും, എനിക്ക് എൻ്റേതായ വ്യക്തിത്വം ഉണ്ടെന്ന് പറയുന്ന അമ്മയുടെ നിലനിൽപ്പും, അമ്മയുടെ ഒരു നിലയും, ഇത് തമ്മിലുള്ള സംഘടനം. പിന്നെ അച്ഛൻ നല്ല മദ്യപാനായിരുന്നു. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ മദ്യപാനം ഭാര്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുട്ടിക്കാലം വരെ ഞാൻ മദ്യത്തെ വെറുത്തു. ഞാൻ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല. അതിന് കാരണം ഇതാണ്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ പ്രായമായി കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ സിനിമയിൽ വന്ന് ഒരു ഫിലിം ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പക്ഷപാത സിനിമ എടുക്കണം, സ്ത്രീകൾക്ക് വേണ്ടി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വത്തെ എതിർക്കുന്ന ഒരു സിനിമ. അതുപോലെ മാത്രമല്ല, സ്ത്രീ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. വിവാഹം എന്ന് പറയുന്നതല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇങ്ങനെയുള്ള ഒരു സിനിമ എടുക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മോഹിനിയാട്ടം എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇത് ഓടിയില്ലെങ്കിലും എനിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന അവസ്ഥ ചട്ടമ്പികയിലാണ് തന്നു. ചട്ടമ്പികലിനെ വലിയ വിജയമായിരുന്നു. ശശികുമാർ സാർ സംവിധാനം ചെയ്തു. പിന്നെ ശശികുമാർ സാറിനെ വെച്ച് സമാന്തരമായിട്ട് കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കാനും ഞാൻ തീരുമാനിച്ചു. അടൂർ ഭാസി ചേട്ടനോട് ഈ കഥ ഞാൻ പറയുമ്പോൾ ഭാസി ചേട്ടനെ ആദ്യം എന്നെ നിരുത്സാഹപ്പെടുത്തി. തമ്പി ആദ്യത്തെ 2 പടത്തിൽ കുറച്ച് പൈസ കളഞ്ഞു, കുറേ പൈസ കളഞ്ഞു. പിന്നെ മൂന്നാമത്തെ പടം ചട്ടമ്പിക്കലിന് രക്ഷപ്പെട്ടു, പൈസ കിട്ടി, അത് കളയണോ? ഞാൻ ഹാസ്യം ചെയ്യുന്ന കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ല, ഹാസ്യം സിറ്റുവേഷൻ കോമഡി മാത്രമേ വരുള്ളൂ. ഒരു മനോരോഗി ചെയ്യുന്ന ചില പ്രത്യേകതകൾ, അതിൽ നിഷ്കളങ്കമായ ഫലിതം,
അതുമാത്രമല്ല അത് വേറെ ചേട്ടൻ സാധാരണ ചെയ്യുന്ന വേഷമല്ല, ഒരു ഗായകനാണ്. ആ സമയത്താണ് ഞാൻ നമ്മുടെ കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ചു, വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത്. അപ്പോൾ അവിടെ എൻ്റെ പ്രസംഗം ഞങ്ങളുടെ സമ്മേളനം കഴിഞ്ഞിട്ട് ഗാനമേള ഉണ്ടായിരുന്നു. അത് പാടിയത് മണ്ണൂർ രാജാവാണ്. അപ്പോൾ ആ മണ്ണൂർ രാജാവിന് അവിടെ ഈ രാധിക കൃഷ്ണ രാധിക എന്നുള്ള അഷ്ടപതി പാടി. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ദേവരായ മാഷ് ആദ്യമായിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആദ്യമായിട്ട് അവസാനമായിട്ടും ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ മ്യൂസിക് ഇട്ടുള്ള ഒരു പടം മ്യൂഹനേട്ടാണ് ദേവരായ മാഷ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമുള്ള പടമായതുകൊണ്ട് ഞാനൊരു പാട്ടുകാരനെ എൻ്റെ പാട്ട് കേട്ടു. അദ്ദേഹം എൻ്റെ സിനിമ അല്ല, അദ്ദേഹം ക്ലാസിക്കൽ സിംഗറാണ്. പക്ഷേ ഒരു അഷ്ടപതി അദ്ദേഹം പാടി. അപ്പോൾ ആ അഷ്ടപതി അങ്ങനെ വെച്ചാൽ കൊള്ളുന്നുണ്ട് എനിക്ക് എൻ്റെ പടത്തിൽ. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, തമ്പിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ വരാൻ പറ. അങ്ങനെ ആ മണ്ണൂർ രാജവണ്ണി പാടിയ ആ പദം തന്നെ ദേവരായ മാഷ് രീതിയിലാക്കിയതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രാധിക കൃഷ്ണ രാധിക എന്നുള്ള പാട്ട്.